റോമാലേഖനം 5:20 പറയും, പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം, എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അതാണ് ചില മാരകപാപികളൊക്കെ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവർ കിട്ടുന്നേക്കാൾ ഇരട്ടി കൃപ കിട്ടും. മാരകപാപികൾ മാനസാന്തരപ്പെടുമ്പോൾ വലിയ, അതാണ് വിശുദ്ധ അഗസ്തീനോസൊക്കെ മാനസാന്തരപ്പെട്ടപ്പോഴത്തേക്കും അവന് യേശുവിൽ വിശ്വസിച്ചപ്പോഴത്തേക്കും അവന് മറ്റുള്ളവരെക്കാളും വലിയ കൃപ കിട്ടി, വലിയ വിശുദ്ധനായി തീർന്നു. ഹല്ലേലൂയ. മറിയം ഓഫ് ഈജിപ്തിൻ്റെ ഒക്കെ ചെറു വലിയ വേശ്യ സ്ത്രീയായിരുന്നു, പക്ഷേ അവൾക്ക് കൃപ കിട്ടിക്കഴിഞ്ഞപ്പോൾ വലിയ വിശുദ്ധരെ കാണത്തിലെന്ന് കാണാൻ പറ്റും. അത് തന്നെയാണ് സമരക്കാരിക്ക് ആ കൃപ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തോരം മോശം ചെയ്യുമെന്ന് വെച്ചാൽ എന്തോരം വലിയ അഭിഷേകത്തിൻ്റെ വ്യക്തിയായിട്ട് തീർന്നു. ആ ദൈവം നൽകുന്ന കൃപ അത് ലോകത്തിൽ നിന്ന് കിട്ടുന്നത്. അതാണ് ഈ വചനം വായിച്ചാൽ മാത്രം, ഉന്നതത്തിൽ നിന്ന് വചനം വായിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ദൈവവചനത്തിലൂടെ മാത്രം ലഭിക്കുള്ളൂ. ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ 3:27-28. ഉന്നതത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുക സാധ്യമല്ല. അതാണ് യോഹന്നാൻ 6:40. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ കൃപ കിട്ടുന്നത് പിതാവായ ദൈവം ആകർഷിക്കുന്നവർക്ക് കൃപ കിട്ടുള്ളൂ. അതാണ് അവനോട് അവിടെ പരിശുദ്ധ അമ്മയെ ആകർഷിച്ചതാണ്. അതുകൊണ്ട് അവൾക്ക് കൃപ കിട്ടി. അതാണ് ലൂക്ക 1:28 പറയും, ദൈവകൃപ നിറഞ്ഞവളെ കണ്ട്. അവൾ ദൈവകൃപ നിറഞ്ഞവളാണ്. അതുകൊണ്ട് പിന്നെ അവളെ പിശാചം തൊടാൻ പറ്റത്തില്ല. അവളെ ദൈവം സംരക്ഷിക്കുന്നത് കാണാൻ. ഈ കൃപ കിട്ടുന്ന ഈ കൃപ കിട്ടാത്തതാണ് ഈ മുഴുവൻ പ്രശ്നം. ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുന്നില്ല, ദൈവത്തിൽ നിന്നുള്ള സംഭവം കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടിയാൽ സുരക്ഷിതത്വം കിട്ടും. അവനാണ് യോസേപ്പിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണിവിശേഷവും പൈശാശക്തികൾ പല രീതിയിലും വന്നില്ല. പക്ഷേ അവരെ ആ കൃപ രക്ഷപ്പെടുത്തിക്കൊണ്ട് ആര് വന്നാൽ ലോകത്തിൽ ഏത് മനുഷ്യൻ നിങ്ങൾ തോൽപ്പിക്കാൻ നടക്കില്ല. കൃപയുള്ള വ്യക്തികളെ എപ്പോഴും മാലാഖമാര് സംരക്ഷിക്കും. ദൈവദൂതന്മാരുടെ സംരക്ഷണം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാത്രിയും നിങ്ങളുടെ മക്കൾക്ക് കൃപ കിട്ടിയാൽ അവരെവിടെ പോയാൽ അവർ ദൈവം സംരക്ഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളി കൃപ കിട്ടിയതാണെങ്കിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. ആ കൃപയിലാണ് കൃപ ദൈവം അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. അത് മനുഷ്യനല്ല അവരെ സംരക്ഷിക്കും, ദൈവം അവരെ സംരക്ഷിക്കും, മനുഷ്യന്റെ സംരക്ഷണമല്ല. അവിടെയാണ് സങ്കീർത്തനം 91 സംഭവിക്കുക. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സ്വരത്തിന്റെ താണിൽ കഴിയുന്നവനും കർത്താവിന് ആ ഒരു സംഭവം കിട്ടുക. ആ വലിയ ദൈവിക സംരക്ഷണം കൊണ്ട് ആ വ്യക്തി മാലാഖമാരുടെ അവന് ഈശോയെ കാണാൻ പറ്റും. അതായത് മത്തായിയുടെ സുവിശേഷം 4:10-11 കാണാൻ പറ്റും. ദൈവദൂതന്മാർ അവനെ സംരക്ഷിച്ചു. ദൈവദൂതന്മാർ അവന് കാവൽ നിൽക്കുന്ന കാണാൻ പറ്റും. ദൈവദൂതന്മാരുടെ സംരക്ഷണം കിട്ടും. അതാണ് അതിന്റെ കൃപ കിട്ടുക എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഹല്ലേലൂയ. ഈശോയെ കണ്ണും പൊട്ടി വിശ്വസിക്കുന്നവർക്ക് കൃപ കിട്ടുകയുള്ളൂ. യോഹന്നാൻ 1:12 പറയുന്നല്ലോ, അവനെ സ്വീകരിച്ചവർക്കെല്ലാം, നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകുക. അപ്പോൾ അവനെ വിശ്വസിക്കണം, കണ്ണും പൊട്ടി. മറ്റ് അന്ധവിശ്വാസങ്ങൾ പോകുന്നവർക്കൊന്നും കിട്ടത്തില്ല. ലോകാരൂപി ബുദ്ധിയിൽ അന്ധകാരം പിടിച്ച് അങ്ങനെ പോകുന്നവർക്കൊന്നും കിട്ടത്തില്ല. ഇത് ഭയങ്കര എളിമയാണ്. അതാണ് പ്രഭാഷകൻ 3:18-19. നീ എത്രമാത്രം ഉന്നതനാണ് അത്രമാത്രം വിനയമുള്ളവനാകുക, അപ്പോൾ നീ ദൈവകൃപയ്ക്ക്. 1 പത്രോസ് 5:5-6 കർത്താവിന്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിന്നാൽ മാത്രമേ. അപ്പൊ ദൈവം ഉയർത്തും.